അള്ളാഹുവിൻ്റെ മാലാകമാര് നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹ് നടപ്പാക്കി തരൂലേ? കാരണം പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് അള്ളാഹിന്റെ മലക്കുകൾ. അവരുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയില്ലല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പല അവസരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന മനോഹരമായ നിമിഷങ്ങൾ. അതിൽ വളരെ പ്രാധാന്യമുള്ള 8 സമയങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്ന് സൂക്ഷിച്ചു വെച്ചോ. ആ സമയമൊന്ന് കറക്റ്റായി മനസ്സിലാക്കിയാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ നമ്മുടെ ഏത് ആഗ്രഹവും നമുക്ക് സാധിച്ചെടുക്കാം. ആ 8 സമയങ്ങൾ അത് വളരെ നിർണായകമാണ്. അള്ളാഹു അത് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമന്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിന്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായ ഒരു പ്രഭാതവും അതിമനോഹരമായ ഒരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി അല്ലെല്ലാവരും? നല്ല ഹാപ്പി ആയിരിക്കണം കേട്ടോ. നല്ല പോസിറ്റീവ് വൈബുള്ളൊരു ദിവസം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുറാദുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, ഇതൊക്കെ തീരും. അതിന് പറ്റിയൊരു കിടിലം വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മനുഷ്യരായ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ചില നിമിഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മലക്കുകളാര ഒരു തെറ്റും ചെയ്യാൻ പറ്റാത്തവർ, തെറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലല്ല അവർ പടയ്ക്കപ്പെട്ടിട്ടുള്ളത്. അവരെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പറ്റില്ല. അവരെപ്പോഴും യുസബ്ബിഹൂൻ, അവർ തസ്ബീഹ് ചെയ്യാൻ, അവരെപ്പോഴും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ, വേറെ ഒരു പരിപാടി അവർക്കില്ല. അള്ളാഹിനെ ഒബേ ചെയ്യുക, അള്ളാഹ്ക്ക് ഇബാദത്ത്, ഇതിലപ്പുറം ഒന്നുമില്ലാത്ത മലക്കുകൾ. പരിശുദ്ധരാണവർ. ആ പരിശുദ്ധരായ മാലാകമാർ നമുക്ക് വേണ്ടി അള്ളാഹിനോട് കൈ ഉയർത്തിയാൽ എന്തായാലും അള്ളാഹു സ്വീകരിക്കുമെന്നത് ഉറപ്പ് തന്നെയല്ലേ? അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങൾ ഫാത്തിഹ ഓതി, ഇമാമ് ഫാത്തിഹ ഓതിയതിനു ശേഷം ആമീൻ, ഇമാമിനോടൊപ്പം ആമീൻ പറയണേ എന്നാണ്. കാരണം ഇമാമിന്റെ ആമീനോടൊപ്പം മലക്കുകൾ ആമീൻ പറയും. അങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ നീ ദുആ സ്വീകരിക്കണേ അല്ലാന്ന് മലക്കുകളുടെ ആമീനിനോടൊപ്പം നമ്മുടെ ആമീൻ ഒരുമിച്ച് വരുമ്പോൾ അള്ളാഹു ഒന്ന് പെട്ടെന്ന് സ്വീകരിക്കും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള 8 സന്ദർഭങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ജീവിതത്തിൽ അതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ആ സമയം ഒന്ന് ശ്രദ്ധിച്ചോളണം. പടച്ചോനെ, മലക്കുകൾ എനിക്ക് വേണ്ടി ദ്വാരക്കണ നിമിഷമാണല്ലോ അല്ലാ. ഈ സമയത്ത് ഞാനും കൂടെ നിന്നിലേക്കൊന്ന് കൈ ഉയർത്തിയാൽ റബ്ബി, എൻ്റെ ആഗ്രഹം നീ നടത്തി തരുമല്ലോ, എൻ്റെ പ്രയാസം നീ നീക്കി തരുമല്ലോ അല്ലാ. ഇത് മനസ്സിലാക്കണം എന്ന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തേത്, ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കണ സമയത്ത് അവർക്ക് വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന്മാരോട് സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ. അപ്പൊ ഒന്നാമത്തെ സഫിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ദുആ ഉണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ സഫിൽ അവ്വൽ. അള്ളാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നു, ഗുണം ചെയ്യുന്നു. ആർക്ക്? ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവന് വേണ്ടി. പലരും ബാക്കിലാന്നേ. ഒന്നാമത്തെ സഫിൽ കയറി വരുന്ന എത്ര പുരുഷന്മാരുടെ ഞാൻ ചോദിക്കട്ടെ? പള്ളിയിൽ ജമാഅത്തിന് പോയിട്ട് ഒന്നാമത്തെ സഫിലേക്ക് കയറി വരാൻ തിരക്ക് കാണിക്കുന്ന എത്ര പേരുണ്ട്? ഒന്നാമത്തെ സഫിൽ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി വന്നു കഴിഞ്ഞാൽ അവനെ പിടിച്ച് പുറത്തേക്ക് ഇടാൻ എല്ലാവർക്കും ഉഷാറുണ്ട്. അങ്ങനെയൊന്നും പിടിച്ച് മാറ്റിക്കളയരുത്. ആ കുഞ്ഞു പിന്നെ തീരെ പള്ളിയിലേക്ക് പോലും വരാതായ സന്ദർഭങ്ങളുണ്ട്. കുട്ടികൾക്കും കൂടെ പറ്റിയ സ്ഥലമാണ് പള്ളി. മനസ്സിലാവുന്നുണ്ടോ? ഒരു പക്വത എത്തിയ പ്രായപൂർത്തി എത്തിയ കുട്ടിയാണ് ആ കുഞ്ഞ്. അവിടെ നിസ്കരിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവനെ പിടിച്ച് പുറത്തേക്ക് ഇടുന്നതിന്റെ കാര്യം എന്താ ഉള്ളത്? അപ്പോൾ ഒന്നാമത്തെ സഫിന്റെ പ്രാമുഖ്യം മനസ്സിലാക്കിയിട്ട് മുമ്പിൽ നിൽക്കണം. എന്തിനേറെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നറുക്കെടുക്കുമായിരുന്നു. അതിന്റെ പുണ്യം മനസ്സിലാക്കിയപ്പോഴേ നറുക്കെടുപ്പ് നടത്തിയിട്ട്, കാരണം അത്ര യുദ്ധസമാനമായ അന്തരീക്ഷമായിരിക്കും അവിടെ നറുക്കെടുപ്പ് നടത്തിയിട്ട് കിട്ടുന്ന ആളുകൾ ഒന്നാമത്തെ സഫിൽ പോയി നിൽക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സഹോദരിമാരുടെ സങ്കടം, ഇതേ സങ്കടം ഒരു സഹോദരിക്കും ഉണ്ടായി. സ്വഹാബിയത്തായ സഹോദരിയാണ് റളിയല്ലാഹു അൻഹ. മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാമല്ലോ, യാ റസൂലല്ലാഹ്, ആണുങ്ങൾക്ക് എന്തൊരു ഭാഗ്യാണ്, അവർ യുദ്ധത്തിന് പോകുന്നു നബിയെ. അങ്ങയോടൊപ്പം യുദ്ധത്തിന് വരാൻ പറ്റുന്നു, അങ്ങയുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുന്നു. ഞങ്ങൾക്ക് പറ്റണില്ലല്ലോ യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയുടെ പിന്നിൽ നിസ്കരിച്ചോട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ മോനെ, ഖൈറുക്കി, നിനക്ക് ഏറ്റവും ഉത്തമമായത് നിന്റെ വീടിന്റെ അകത്ത് നിസ്കരിക്കലാണ്. അതാണ് നിനക്ക് ഏറ്റവും ഉത്തമം.
ഈ മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ നിനക്ക് ഉത്തമം ഏതാണ്? മദീനത്തെ പള്ളിയിൽ എൻ്റെ വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ വീടിൻ്റെ അകത്ത് നിസ്കരിക്കലാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യയും പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആയിഷ ബീവിയുടെ വീടും മദീന പള്ളിയും തമ്മിൽ ഒരു കർട്ടന്റെ വ്യത്യാസമുള്ളൂ. ആ കർട്ടൻ മാറ്റിയിട്ട് ആയിഷ ബീവി ആ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടില്ല. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പും പോയിട്ടില്ല, ശേഷം പിന്നെ തീരെ പോകില്ലല്ലോ. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് സ്ത്രീകളെ, നിങ്ങൾക്ക് ഈ പറയുന്ന മൂല്യമൊക്കെ വീട്ടിൽ തന്നെ കിട്ടും, സിമ്പിളായിട്ട് ഒപ്പിക്കാം. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തത് എത്ര എത്ര അനുഗ്രഹങ്ങളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വേറെ ടോണിലാണ്. ഓ, ആണുങ്ങൾ മാത്രം പള്ളിയിൽ പോകണം, ഞങ്ങൾക്ക് വേണ്ട. എടോ, നിങ്ങളോട് അള്ള പറഞ്ഞത് കർണഫി ബുയൂത്തിക്കുന്ന ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ട് അള്ള പറയണെന്താ? നിങ്ങൾ വീട്ടിലിരുന്നോ, നിസ്കാരത്തിന് വേണ്ടിയൊന്നും ഓടി വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഈ പ്രതിഫലങ്ങളൊക്കെ പടച്ചോൻ തരികയാണ്. ഇനി ഫിത്നയെ ഭയപ്പെടുന്ന കാലാണെങ്കിൽ അത് ഹറാമുമാണെന്ന് ഇമാം നവവി തങ്ങളെ പോലുള്ളവർ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകളും ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു സഫേ ഉള്ളൂ എങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഒരു സഫിന് മലക്കുകളുടെ പ്രാർത്ഥന നിറഞ്ഞിങ്ങനെ ഒഴുകാൻ അള്ളാഹു അത് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇനി രണ്ടാമത്തെ ഒരു അവസരം എപ്പോഴാണ്? നമ്മൾ നിസ്കരിച്ചിട്ട്, ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ പുരുഷന്മാർ, സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ നിസ്കരിച്ചിട്ട് ആ നിസ്കാരപ്പായയിൽ ഇരുന്നാൽ ആ ഇരിക്കുന്ന സമയം അത്രയും മലക്ക് അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? നിസ്കരിച്ചിട്ട് ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് വെറുതെ ഇരുന്നാൽ മതി, ഒന്നും ചൊല്ലണ്ട, വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ആ ഇരിക്കുന്ന സമയം അത്രയും മലക്ക് അവന് വേണ്ടി ദുആ ചെയ്യും സയ്യിദുനാ റസൂലുള്ളാഹി. ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, ഇന്നൽ മലായികത തുസല്ലി അലാ അഹദികും. മലക്കുകൾ ഒരു മനുഷ്യന് വേണ്ടി ഇങ്ങനെ അള്ളാഹിനോട് ദ്വാരുന്നുണ്ടായിരിക്കും. എന്താ ദ്വാരക്കണത്? അല്ലാഹുമ്മ റഹംഹു അല്ലാഹുമ്മ ഗഫിർ ലഹു വതുബ് അലൈഹി. എന്താ മലക്കുകളുടെ ദുആ? പടച്ചോനെ, ഇവന്റെ മേൽ നീ കരുണ ചെയ്യണേ, ഇവനെ നീ പുറത്തു കൊടുക്കണേ, ഇവന്റെ പശ്ചാത്താപം സ്വീകരിക്കണേ എന്നിങ്ങനെ ഇവന് കരുണ ചെയ്യണേന്ന് മലക്കുകൾ ഇങ്ങനെ ദ്വാരുന്നുകൊണ്ടിരിക്കുക. നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഓട്ടം അടുക്കളയിലേക്ക് ഇരിക്കണില്ല. എടോ, നമുക്ക് തിരക്കാണെങ്കിലോ ഒക്കെ, ഇനിയിപ്പോൾ തിരക്കൊന്നുമില്ലെങ്കിൽ അവിടെ കുറച്ചേരം ഇരിക്കുക. മലക്കുകളുടെയൊക്കെ പ്രാർത്ഥന കിട്ടുന്നിടത്തോളം കിട്ടട്ടെ. ഇതൊന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാ ചെയ്യാൻ പോലും നേരല്ല, വാണം വിട്ട് ഓടണം. നമ്മൾ എങ്ങടെ ഓടണത്? എങ്ങടെ തിരക്ക് പിടിച്ച് ഓടണത്? അൽഹാക്കും മുത്തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. ഈ പള്ളിക്കാട്ടിൽ പോയി മണ്ണിട്ട് മൂടുന്നത് വരെയല്ലേ ഓടുള്ളൂ, അതിനപ്പുറം ഓടാൻ പറ്റുമോ? ഇച്ചിരി സമയം ഇതിനു വേണ്ടിയൊക്കെ കണ്ടെത്തുന്നേ. വെറുതെ ഇരുന്നാൽ കിട്ടൂല. രണ്ട് കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒന്ന്, വുളു മുറിയരുത്. വുളു മുറിയണത് വരെ മലക്കുള്ളത് വേണ്ട. അതുപോലെ തന്നെ മോശം പറയരുത്. അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇരുന്നുണ്ട് ഫോൺ എടുത്തുണ്ട്, ഫോണൊക്കെ എടുത്ത് നിസ്കരിച്ച് ഇനി വെറുതെ ഇരുന്നാൽ മതി, കൂലി കിട്ടുന്നാണ് ഉസ്താദ് പറഞ്ഞേക്കണത്. എന്നാൽ ഫോൺ എടുത്താ ഫേസ്ബുക്ക് എടുത്ത് മറ്റവന്റെ കുറ്റവും കുറവൊക്കെ നോക്കി കഴിഞ്ഞാൽ മലക്കുകൾ അവരുടെ നിർത്തി അവരുടെ പാട്ടിന് പോകും. അതുപോലെ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. വേറെ എന്താ ചിന്തിക്കാനുള്ളത് നമുക്ക്? ആയിരിക്കുന്ന ഇരുത്തം അവിടെ ഇരുന്നാൽ മലക്കുകൾ അവർക്ക് വേണ്ടി ദ്വാരക്കും. അള്ളാഹുവെ നീ പൊറുക്കണേ, നീ കാരുണ്യം ചൊരിയണേ, പശ്ചാത്താപം സ്വീകരിക്കണേ. ഇത് അള്ളാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ട് അടിപൊളിയായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇത് ആ സമയത്ത് നമ്മൾ ദ്വാരക്ക കൂടെ ചെയ്താലോ? വെറുതെ ഇരുന്നാൽ തന്നെ മലക്കുകൾ ഇങ്ങനെ ദ്വാരക്കുമെങ്കിൽ മലക്കുകളുടെ ദ്വായിനോടൊപ്പം നമ്മളിങ്ങനെ പടച്ചോനെ അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ റഹംനി, പുറത്ത് തന്നെ അല്ലാ കരുണ ചെയ്യണേ അല്ലാ, നമ്മളും കൂടെ ദ്വാരുന്നാലോ? എന്താ ദ്വായിന്റെ മഹത്വം? അള്ളാഹു സ്വീകരിക്കും. അപ്പൊ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി മൂന്നാമത്തേത്, വഇൻദ ഇയാദത്തിൽ മരീദ്, രോഗിയെ സന്ദർശിക്കാൻ പോകും. രോഗിയെ കാണാൻ പോകുമ്പോൾ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന, ചെറിയ പ്രാർത്ഥനയൊന്നും അല്ലത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ജാമിഉ സ്വഹീലൊക്കെ ഇത് കാണാട്ടോ ഹദീസ്, മാ മിൻ റജുലിൻ യഊദു മരീദൻ മുംസിയൻ ഇല്ലാ ഖറജ മഅഹു 70000 മലകിൻ യസ്തഗ്ഫിറുൻ ലഹു. അതായത് ഒരാൾ രോഗീനെ കാണാൻ വേണ്ടി ഇറങ്ങി വീട്ടിൽ നിന്ന്, അള്ളാഹു അവൻ്റെ കൂടെ 70,000 മലക്കുകളേക്കും. എത്ര മലക്കുകളെ? 1-2 70,000 മലക്കുകളേക്കും ആ മനുഷ്യന് വേണ്ടി പാപമോചനം തേടാൻ. ആ മലക്കുകൾ മുഴുവൻ പടച്ചോനെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, ഇവന് പുറത്തു കൊടുക്കണേ, ഇവക്ക് പുറത്തു കൊടുക്കണേ, മലക്കൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലപ്പുറം എന്ത് ഭാഗ്യമാണോ വേണ്ടത്? തൊട്ടപ്പുറത്തെ പാത്തുമ്മത്താക്ക് വയ്യ, ബാ നമുക്കൊന്ന് പോയി കാണാം. നമ്മൾ രോഗിയാണെന്ന് കേട്ടാ കയ്യിലിരിപ്പിൻ്റെ ഉണ്ട്, അവർക്ക് കിട്ടേണ്ടതാണ് അങ്ങനെ പറഞ്ഞാൽ തീർന്നിട്ടോ. അങ്ങനെ ഒന്നും പറയരുത്. അങ്ങനെ കയ്യിലിരിപ്പ് കൊണ്ടാണെങ്കിൽ നമുക്ക് എത്ര കിട്ടണം? ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടാ. അപ്പോൾ ഒരാൾക്ക് അസുഖബാധിതനാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് അവിടം വരെ പോയാൽ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ കിട്ടുക കൂലി? അള്ളാഹ്ക്ക് അത്രമേൽ ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ടല്ലേ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹ് ചോദിക്കണത്,
എടാ ഞാൻ വയ്യാതെ കിടന്നിട്ട് നീ എന്നെ കാണാൻ വന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ചോദിക്കും അത്രേ, പടച്ചോനെ നിനക്ക് അസുഖം വരുമോ? നീ റബ്ബുൽ ആലമീനല്ലേ അല്ലാഹ്, നിനക്കെന്ത് രോഗം പടച്ചോനെ? എടാ എനിക്ക് രോഗം വരൂ എന്ന് പറഞ്ഞാല് എന്റെ ഇന്നാലിന്റെ അടിമ, ചിലപ്പോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പാത്തുമ്മത്ത രോഗം വന്ന് കിടന്നിട്ട് നീ കാണാൻ പോയില്ലല്ലോ, അത് എനിക്ക് രോഗം വന്നതുപോലെയാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്ത് അമലുണ്ടെങ്കിലും ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം കൊണ്ടൊന്നും രക്ഷപ്പെടൂല കേട്ടോ. ഫവൈലുൻ, നാശാൻ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി എത്ര ശത്രുത ഉണ്ടെങ്കിലും വയ്യാന്ന് കണ്ട പോണെന്നേ. അബൂജഹലിനെ പോലെ മുത്തുനബിയെ ദ്രോഹിച്ചാരെങ്കിലും ഉണ്ടോ? ആ അബൂജഹൽ രോഗിയായി കിടന്നപ്പോൾ കാണാൻ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലപ്പുറം ഉണ്ടോ നമുക്ക്? അബൂജഹലിനെക്കാളും വലുതാണോ വാത്തുമ്മത്ത? അല്ലല്ലോ. അത്രയും ദ്രോഹം നമുക്ക് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളുടെ കഴുത്തിലൊന്നും ചീഞ്ഞളിഞ്ഞ കൊടൽമാല ഉണ്ടെന്ന് വാത്തുമ്മത്താത്ത ഇട്ടോ? അല്ലെ നിങ്ങളെ മാസങ്ങളോളം ഏതെങ്കിലുമൊക്കെ മലഞ്ചെരുവിൽ കൊണ്ടുപോയി പട്ടിണിക്കിട്ട് വെള്ളവും പച്ചിലയും മാത്രം തന്നോ? എൻ്റെ ഹബീബ് വെള്ളവും പച്ചിലയും മാത്രം കഴിച്ചിട്ടുണ്ട് മാസങ്ങളോളം. വേറെ ഒന്നുമില്ല, ഭക്ഷണം കൊടുക്കൂല, അവിടെ തടഞ്ഞു, ഊര് വിലക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത എൻ്റെ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ കൊല്ലാക്കൊല ചെയ്യാൻ മുമ്പിൽ നിന്ന് അബൂജഹൽ, അവന് രോഗം വന്നപ്പോൾ ഉത്തരവിധങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട് കാണാനായിട്ട്. അള്ളാഹ്ക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 70,000 മലക്കുകളെ പിന്നാലെ അയക്കും അവര് ആ മനുഷ്യന് വേണ്ടി. ആർക്ക്? ആ നടന്നു പോകണം, അല്ലെങ്കിൽ ആ വണ്ടിയിൽ പോകണം, ആ രോഗിയെ കാണാൻ പോണ മനുഷ്യന് വേണ്ടിയിട്ട് പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരക്കുന്നതാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഓക്കെ, ഇനി നാലാമത്തേത്, നിന്റെ ഒരു സഹോദരൻ, ഒരു കൂട്ടുകാരൻ അള്ളാഹ്ക്ക് വേണ്ടി കാണാൻ പോയി. അള്ളാഹ്ക്ക് വേണ്ടി കാണാൻ പോലെ ആ പോണ പോക്കിൽ മുഴുവൻ മലക്കുകൾ അവന് വേണ്ടി ദ്വാരക്കും. ഇനിയിപ്പോൾ ഏത് സുഹൃത്താണെങ്കിലും, അതിപ്പോൾ കുടുംബക്കാരാണെങ്കിലോ ഇരട്ടി മധുരാണ്. വഴിയിൽ അള്ളാഹു ഒരു മലക്കിനെ തന്നെ നിശ്ചയിക്കുമെന്നാണ് ഇമാം മുസ്ലിം പറയുന്നത്. ഹദീസിൽ കാണാം, വഴിയിൽ ഒരു മലക്കിനെ നിശ്ചയിക്കും. എന്തിന്? ഇവന് വേണ്ടി വരക്കാനായിട്ട്, ഇവന്റെ പ്രശ്നങ്ങളൊക്കെ നീക്കി കൊടുക്കാൻ. അപ്പോൾ കുടുംബക്കാരെ കാണാൻ പോവാ, കൂട്ടുകാരനെ കാണാൻ പോവാ, എന്തിന്? അള്ളാഹ്ക്ക് വേണ്ടി. ഇപ്പം നമ്മൾ ഏതായാലും അവരിവിടെ കല്യാണത്തിന് വന്നല്ലേ, ഇനി നമ്മൾ പോയില്ലെങ്കിൽ മോശമാവും. അങ്ങനെ പോയാൽ കിട്ടൂല. അള്ളാഹ്ക്ക് വേണ്ടി ഒരു കല്യാണത്തിന് പോയിക്കോ, അള്ളാഹ്ക്ക് വേണ്ടി മൂത്താപ്പാനെ, കൊച്ചാപ്പാനെ, അല്ലെങ്കിൽ തൻ്റെ ഇളയ കുട്ടികളെ ആരെങ്കിലുമൊക്കെ കാണാനായിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോ. സുബ്ഹാനക റബ്ബ്, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അഞ്ചാമത്തതോ, ഇൻദ ദുആഇ ലി അഖീക ബിദ്ദഹിരിൽ ഗൈബ്, തന്റെ മുമ്പിലില്ലാത്തൊരു സഹോദരന് വേണ്ടി ദ്വാരുന്നാൽ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടെന്നാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത്, ആ ദുആനെ കുറിച്ച് പറഞ്ഞത് മുസ്തജാബത്തും. അതായത് നമ്മൾ നമുക്ക് വേണ്ടി ദ്വാരക്കല്ല, നമുക്ക് വേണ്ടി ദ്വാരക്കണം, അത് വേണ്ടെന്നല്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആ എന്തായാലും ഒന്ന് സ്വീകരിക്കും. മാത്രമല്ല, ഇന്ദ റഅസിഹി മലക്കുൻ, അവൻ്റെ തലയുടെ ഭാഗത്തൊരു മലക്കുണ്ടാവും. ആ മലക്ക് ഇവൻ എന്താണ് ദ്വാരക്കണത് ആ സമയത്ത് പറയും, ആമീൻ വലക ബിമിസ്ൽ, എടോ നീ എന്താണോ ചോദിച്ചത് അത് നിനക്കും കിട്ടട്ടെ, അള്ളാഹു ഉത്തരം ചെയ്യട്ടെ എന്ന് ആ മലക്കും ദ്വാരക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നിനക്ക് ക്യാൻസർ ആണോ? പടച്ചോനെ എൻ്റെ അയൽപക്കത്ത് ഇന്നാലിന്ന ആൾക്ക് ക്യാൻസർ ഉണ്ട്, നീ ശിഫയാക്കി കൊടുക്കണമെന്ന് ദ്വാരക്കുമ്പോൾ നിന്റെ ദുആ സ്വീകരിക്കുന്നു. മാത്രമല്ല നിനക്കും അത് കിട്ടും. എൻ്റെ അയൽവാസിക്ക് നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേയല്ല, അവർക്ക് സമ്പത്ത് കൊടുക്കണേയല്ല, എൻ്റെ കുടുംബക്കാർക്ക് കൊടുക്കണേയല്ല, എടോ നിനക്കല്ല അത് തരും, അവർക്ക് മാത്രമല്ല നിനക്കും കിട്ടും. നമ്മുടെ മനസ്സ് സംഭവിക്കും, ഓ ഇനി അവർക്ക് സമ്പത്തിന്റെ കുറവും കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ അവർക്ക് ഭയങ്കര തണ്ടാണ് അല്ലേ? അയ്യോ എന്താണ് അവക്കടെയൊക്കെ ഒരു അഹങ്കാരം നോക്കിക്കേ. ആ പറയണ താത്താനോട് അവർക്ക് വേണ്ടി ദുആർന്നേ ദുആ. അവളൊക്കെ എന്തിനാണ് 5 നേരം തലകുത്തി പറയണത്? അവൾ ഉംറ ചെയ്തിട്ടുണ്ട്. ഈ താത്ത ഇതൊക്കെ നേരെ കണ്ണാടി പോയി എന്ന് പറയേണ്ടതല്ലേ? ഇവരുടെ കുറ്റം അവർ കാണുന്നുണ്ടോ? മറ്റുള്ളവരിലേക്ക് മാത്രം നോക്കല്ലേ? അങ്ങനെയൊന്നും നമ്മളാകാൻ പാടില്ല. സ്വഭാവ ഹെയറിന്റെ കുട്ടികൾ അടിപൊളിയാണ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കുമ്പോൾ, ഒരു സഹോദരൻ എപ്പോഴും നമ്മുടെ സ്വഭാവ ഹെയറിന്റെ ചുവടെ കമന്റ്, ഇങ്ങനെ ധാരാളം കമന്റ് ഉണ്ടാവും. അതിൽ ഉസ്താദിന്റെ കുടുംബത്തിന് വേണ്ടി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അതുപോലെ ഫലസ്തീനികളെ അള്ളാഹു രക്ഷിക്കട്ടെ, സ്വഭാവ ഒരു കുടുംബത്തെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. ഇവരിങ്ങനെ ചറപറ മെസ്സേജ് ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് എന്താന്ന് ഇങ്ങനെ ചിന്തിക്കും അല്ലേ? പക്ഷെ ആ ദുആയിലൂടെ അവർക്ക് കിട്ടുന്നത് മലക്കുകളുടെ പ്രാർത്ഥനയാണ്. അവരിങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ദർജ കൂടി വരികയാണ്. അവർക്ക് അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കാൻ അവരും അറിയണില്ല, നമ്മളും അറിയണില്ല. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു നമുക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്ത് തരുമാറാകട്ടെ. അപ്പോൾ ആ സമയത്തും മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. ആറാമത്തേത്, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മലക്കുകൾ ദ്വാരക്കും. ഞാൻ ഈ സ്വഭാവലഹീർ എന്ത് തിരക്കുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഓടിക്കതച്ച് ഇവിടെ എത്തണതിൻ്റെ മെയിൻ കാരണം ആ മലക്കുകളുടെ ദ്വാരട്ടാനാണ്. ഞാൻ പടച്ചവനോട് പറയും, പടച്ചവൻ എനിക്ക് മാത്രം പോരാ, എൻ്റെ കുട്ടികളാണ്, എൻ്റെ ആളുകളാണ്, ഞങ്ങൾ സ്വഭാവലഹീറിൻ്റെ കുടുംബമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഗുണം വേണം, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം മലക്കുകളുടെ പ്രാർത്ഥന. ഞങ്ങളൊരു കുടുംബമാണെന്നാന്ന് ദ്വാരക്കും, എല്ലാ ദിവസവും ദ്വാരക്കും.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അർദ് ഹത്ത നംലതി ഫി ജുഹരിഹാ ഹത്തൽ ഹൂത്ത്. എന്തൊക്കെയാണ് പറയുന്നത്? അള്ളാഹു, അവന്റെ മലക്കുകൾ, ആകാശത്ത് താമസിക്കുന്നവർ, ഭൂമിയിൽ താമസിക്കുന്നവർ, എന്തിനേറെ മാളത്തിലുള്ള പൊത്തിനകത്തുള്ള ഉറുമ്പ്, അല്ല കടലിന്റെ ആഴങ്ങളിലുള്ള മലക്കുകൾ, ഇതൊക്കെ ഇവന് വേണ്ടി ദ്വാരക്കും. ആർക്ക് വേണ്ടിയിട്ട്? ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കണവന് വേണ്ടിയിട്ട്. ഉറുമ്പ് പോലും നമുക്ക് വേണ്ടി ദ്വാരക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. സ്വഭാവ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ഒരാളിലേക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. അയാളത് കണ്ടു കഴിഞ്ഞാൽ, അയാളത് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇനിയിപ്പോൾ അയാളൊന്നും കണ്ടില്ല, ആ ഗ്രൂപ്പിലേക്ക് ഇട്ടു, ഒരാളും കണ്ടില്ല, നമ്മളത് പഠിപ്പിക്കണം എന്നുള്ള നെയ്യത്തിൽ, ഈ ഇൽമു ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള നെയ്യത്തിൽ നമ്മൾ കൊടുത്തില്ലേ, നമുക്ക് കിട്ടും ആ ഗുണം. ഏതൊക്കെ ഗുണം? അള്ളാഹ് ഗുണം ചെയ്യും, മലക്കുകൾ ഗുണം ചെയ്യും, ആകാശവാസികൾ ഗുണം ചെയ്യും, ഭൂമിയിലുള്ളവർ ഗുണം ചെയ്യും. എന്തിനേറെ ഉറുമ്പ്, മത്സ്യം പോലും നമുക്ക് വേണ്ടി ദ്വാരക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കുന്നേ. എല്ലാവരും ഷെയർ ചെയ്യണം, ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല ഷെയർ ചെയ്യാൻ കേട്ടോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏഴാമത്തേത്, ശുദ്ധിയായി കിടന്നുറങ്ങിയാൽ, ഉദുവൊക്കെ എടുത്ത് കിടന്നുറങ്ങിയാൽ. കുറെ ചോദ്യങ്ങൾ വരും. ഉസ്താദ് ഉദു എടുത്തിട്ട് കെട്ടിയൊക്കെ എടുത്ത് കിടക്കുമ്പോൾ നമ്മുടെ മദ്ഹബ് പ്രകാരം ഉദു മുറിയൂലേ? അതിനെന്താ ഉദു എടുത്ത് കിടക്കാൻ പറഞ്ഞ ഉദു എടുത്ത് കിടന്നോ? പിന്നെ നീ കെട്ടിയോളം തുടങ്ങുന്നില്ല, ഉറങ്ങിയാൽ എന്തായാലും ഒന്നും മുറിയൂലേ? അത് ചെയ്യാലോ, ഉറങ്ങിയൊന്നും മുറിയൂല. അപ്പൊ പിന്നെ എന്തിനാ ഒന്നും കൊടുക്കണത്? അതൊന്നും നമ്മളോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടില്ല. മുത്തനബി പഠിപ്പിച്ചു, കിടക്കാൻ നേരത്ത് ഉദു എടുത്ത് കിടക്കാം. പിന്നെ എന്തായാലും കെട്ടിയോളം ടച്ച് ചെയ്യൂലേ, ഉറങ്ങൂലേ? ഉദു എന്തായാലും മുറിയും. അതൊന്നും ഡസന്റ് മാറ്റർ. നമ്മൾ മുത്തനബിയുടെ സുന്നത്ത് നിലക്ക് ഉദു എടുത്ത് കിടന്നാൽ, ശുദ്ധിയോടെ കിടന്നാൽ, ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിക്കിടന്നാൽ, ഒരു മലക്ക് നേരം വെളുക്കുന്നത് വരെ നമുക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എഴുന്നേൽക്കണത് വരെ മലക്ക് നമുക്ക് വേണ്ടി വരക്കല്ലേ. കെട്ടിയോളം എണീറ്റിരിക്കും, അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് കെട്ടിയോളം എണീറ്റിരിക്കും. അള്ളാഹിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ഉണ്ടാകുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എട്ടാമത്തേത്, നമ്മൾ ഇടയത്താഴത്തിന് എഴുന്നേറ്റാൽ, ഇടയത്താഴം ഓരോ നാട്ടിൽ, ഇപ്പോൾ മലപ്പുറം മലബാർ ഭാഗത്തുള്ളവരൊക്കെ എന്താ പറയാ? അത്താഴം എന്ന് പറയാം. അത്താഴം എന്ന് പറഞ്ഞാൽ, മുത്താഴം എന്ന് പറഞ്ഞാൽ രാത്രി കഴിക്കല് അല്ലേ? അത്താഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ തഹജ്ജുദിന്റെ സമയത്ത് കഴിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എറണാകുളത്തൊക്കെ അത്താഴം എന്ന് പറഞ്ഞാൽ രാത്രി കഴിക്കണതാണ്. നിങ്ങൾ മുത്താഴം എന്നല്ലേ പറയാം, ഞങ്ങൾ അത്താഴം എന്ന് പറഞ്ഞാൽ രാത്രി കഴിക്കല്. പിന്നെ ഞങ്ങളുടെ അത്താഴം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തഹജ്ജുദിന്റെ സമയത്തുള്ളത് ഇടയത്താഴമാണ്. ഇടയത്താഴം ഇടയത്താഴ സമയത്ത് നമ്മൾ എഴുന്നേറ്റാൽ നമുക്ക് വേണ്ടി മലക്കുകൾ ദ്വാരന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസമൊക്കെ നോമ്പ് പിടിക്കണവരെന്തായാലും ഇടയത്താഴം കഴിക്കണം, അത് സുന്നത്താണ്. അപ്പോൾ ഈ പറഞ്ഞ 8 സമയം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ, നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. 8 സമയങ്ങൾ ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ സഫിൽ നമ്മൾ നിസ്കരിക്കാനായിട്ട് നിൽക്കുമ്പോൾ, 2 നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ, 3ാമത്തേത് രോഗിയെ കാണാൻ പോകുമ്പോൾ, 4ാമത്തേത് നമ്മുടെ ഒരു സഹോദരനെ, കുടുംബാംഗത്തെ അള്ളാഹ്ക്ക് വേണ്ടി കാണാൻ പോകുമ്പോൾ, 5ാമത്തേത് മറ്റൊരു സഹോദരന് വേണ്ടി അവനില്ലാത്ത സമയത്ത് ദ്വാരക്കുമ്പോൾ, 6ാമത്തേത് ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, 7ാമത്തേത് ശുദ്ധിയോടെ കിടക്കാൻ പോകുമ്പോൾ, 8ാമത്തേത് ഇടയത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ മലക്കുകളുടെ ദുആ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളും പ്രാർത്ഥന അധികരിപ്പിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, എന്താണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ നാമം? ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ജലാലുദ്ദീൻ അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തെ മദദ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, ഒലീവ് നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലേ? ഒലീവിന് എന്താണ് അറബിയിൽ പറയാം? അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട് ഒലീവിനെ പിടിച്ച് അല്ലേ? അള്ളാഹ് സത്യം ചെയ്തൊരു സംഗതിയാണ് ഒലീവ്. എന്താണ് ഒലീവിന് അറബിയിൽ പറയാം? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക്, ഈ കാണുന്ന നമ്പറിലേക്കൊക്കെ പലരും ഹദിയ ചെയ്യാറുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ പലർക്കും ഉണ്ട് അല്ലേ? ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഹദിയ ചെയ്യുന്നതിൻ്റെ ബർക്കത്തുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ മിത്ല് സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്, നുസ്റ നൽകണേ അല്ലാഹ്. നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനെ. ഞങ്ങളുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാഹ്.
ഒരുപാട് മുറാദുകളുണ്ട്, ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ല. ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ചിരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല. മക്കളെ നന്നാക്കണേ അല്ല, ഇണകളെ നന്നാക്കണേ അല്ല. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ സ്വാലിഹാക്കി നൽകണേ അല്ല. യാ റബ്ബന ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ല. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ല. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ല. സങ്കടങ്ങൾ അകറ്റണേ അല്ല. നീയല്ലാതൊരു തുണയില്ല അല്ലാ, നീയല്ലാതൊരു തുണയില്ല അല്ലാ. പടച്ചവനെ, മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. കഅബാലയം തവാഫ് ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. പരിശുദ്ധ ഭൂമിയിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവരുണ്ട്, എല്ലാം എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, ഈ സദസ്സിൽ തന്നെ ഒരുപാട് പ്രായം ചെന്നവരുണ്ട്. കുടുംബസമേതം ഒരു സഹോദരി പറയുന്നുണ്ട്, അടുക്കളയിൽ നിന്നാണ് ഞാനും ഭർത്താവും സ്വഭാവ ലഹരി കാണുന്നത് എന്നാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. യാ റബ്ബന, എല്ലാവരുടെയും കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഈ സ്വഭാവുൽ ഖൈർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.